പിണറായി സർക്കാരിനെ വോട്ട് കൊടുത്ത് അധികാരത്തിലേറ്റിയ ജനങ്ങൾ, മറ്റു സാധാരണ ജനങ്ങള്. നോക്കൂ, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു എന്ന് പറയുക കോടതി പറയുമ്പോൾ ലജ്ജ തോന്നണ്ടേ? സർക്കാരിന് തോന്നുന്നില്ല, പക്ഷെ ജനങ്ങളിത് കേട്ടപ്പോൾ വല്ലാതെ ലജ്ജിച്ച് തല താഴ്ത്തി എന്ന് തന്നെ പറയണം. കേരളത്തിലെ കശുവണ്ടി വികസന കോർപ്പറേഷൻ 2006 മുതൽ 2015 വരെ നടത്തിയ അസംസ്കൃത കശുവണ്ടിയുടെ ഇറക്കുമതിയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു. ഫണ്ട് ദുരുപയോഗം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. ഇതിപ്പോ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കേരള ഹൈക്കോടതി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് CBI കേസ് അന്വേഷിക്കുന്നത്. പക്ഷേ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മുൻ ചെയർമാനും INTC-യുടെ സംസ്ഥാന പ്രസിഡന്റുമായ R ചന്ദ്രശേഖരനെയും അന്ന് MD ആയിരുന്ന, ഈ ഇറക്കുമതി നടക്കുമ്പോൾ MD ആയിരുന്ന KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന ആവശ്യം. അതിന് സർക്കാരിന്റെ അനുമതി വേണം. പക്ഷെ ഇതുവരെ അത് കൊടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. 3 തവണ സർക്കാർ ആ ആവശ്യം നിരാകരിച്ചു. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ വന്നൊരു ക്വാർട്ടർ കേസിലാണ് ഹൈക്കോടതി സർക്കാരിനെ നിശ്ചിതമായി വിമർശിച്ചിരിക്കുന്നത്. CBI നടത്തിയ അന്വേഷണത്തിൽ ഈ ഇറക്കുമതി സംബന്ധിച്ച് നടപടിക്രമങ്ങളിൽ ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, ആ വാദം ഉന്നയിച്ചുകൊണ്ടാണ് 3ാം തവണയും കേരള സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷനുള്ള അനുമതി നിഷേധിച്ചത്.